ഇന്നലെ 25 കിലോമീറ്റർ അപ്പുറമാണ് ഇവിടെ കോഴിക്കോട്. ഗവൺമെന്റിന്റെ 4ാം വാർഷികം നടക്കുകയാണ്. മന്ത്രി റിയാസ് PWD മിനിസ്റ്റർ അവിടെ ഉണ്ടായിരുന്നല്ലോ, ഒന്ന് സന്ദർശിക്കാമായിരുന്നില്ല? തൊട്ടടുത്ത പ്രദേശത്തുകൂടെ അദ്ദേഹം കടന്നുപോയിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഭൂകമ്പം കണക്കെ ഭൂമി നടുകെ പിളർന്നു നിൽക്കുന്ന കൂരിയാട് പ്രദേശത്ത് സന്ദർശിക്കാൻ തയ്യാറായില്ല എന്ന് പറയുന്നത് കുറ്റകരമായ അനാവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിന് പരിഹാരം ഇനി രാഷ്ട്രീയം പറയുക എന്നുള്ളതാണ്. നാളെ യൂത്ത് ലീഗ് 10 മണിക്ക് വലിയ രൂപത്തിലുള്ള പ്രക്ഷോഭം സംഘടിപ്പിച്ചിട്ടുണ്ട്. മണ്ഡലം വേങ്ങര മണ്ഡലവും തിരുരങ്ങാടി മണ്ഡലം യൂത്ത് ലീഗുമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങൾ അനിശ്ചിതകാല സമരത്തിലേക്ക് പോവാണ്. കുടിൽ കെട്ടിയിട്ടാണെങ്കിലും വേണ്ടില്ല അനിശ്ചിത കാല സമരം. ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മറ്റ് സാമൂഹിക പ്രസ്ഥാനങ്ങൾ, മറ്റുള്ള സംഘടനകൾ എല്ലാവരും കൂടി ചേർത്തുകൊണ്ട് നമ്മൾ പ്രക്ഷോഭത്തിലേക്ക് കിടക്കുകയാണ്. എങ്കിൽ മാത്രമേ ഇതിന് രാഷ്ട്രീയ പരിഹാരം ഉണ്ടാവുകയുള്ളൂ. ഇതിന് NHA അതോറിറ്റി ആണ് പൊതുമരാമത്ത് വകുപ്പ്. ഞാൻ ഒന്നുകൂടി പറയുന്നു, PD പൊതുമരാമത്ത് വകുപ്പ് ഇതിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ ഇന്നലെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തികച്ചും തെറ്റാണ്. മഴയല്ല, അവിടെ മിനിയാന്ന് മഴ ഉണ്ടായിട്ടില്ല, ഇന്നലെ മുതലേ മഴ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ പെയ്യുന്ന മഴയ്ക്ക് മുൻവിധിയോട് കൂടി പറയുന്നു. ഇന്ന് 3 ടെക്നിക്കൽ എക്സ്പെർട്സ് വരുന്നു. അപ്പോൾ ഈ മുൻവിധി വെച്ചാണ് വരുന്നതെങ്കിൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഞങ്ങൾ സമരം ചെയ്യേണ്ടി വരും.